ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഒരു സിമ്പിൾ കറിയാണ്, വളരെ പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പപ്പായ എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട് കേട്ടോ. കടല വേവിച്ച കടലയാണ്. അപ്പോൾ രാവിലെ നമ്മൾ കടലക്കറിക്ക് കടല പുഴുങ്ങിയ സമയത്ത് ഇത് കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 4 പച്ചമുളക്. അപ്പോൾ അതൊന്ന് അരച്ച് വെക്കാം നമുക്ക് കേട്ടോ. അത് അരയ്ക്കേണ്ടത് നമ്മൾ എരിശ്ശേരിക്കൊക്കെ അരയ്ക്കില്ലേ, അതുപോലെ ആ പരുവത്തിൽ അരച്ച് വെക്കുക. ഇനി നമുക്ക് പപ്പായ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിൽ പപ്പായ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇത് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. വെള്ളം ഒന്ന് കൂടുതൽ വേണം, മുങ്ങി നിൽക്കണം, എന്നാലേ അത് പപ്പായ നല്ലതുപോലെ വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ. വെന്ത് ഉടയണം, പപ്പായ നമുക്ക് ഉടയുന്ന പരുവത്തിൽ കിട്ടണം. അപ്പോൾ ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, പപ്പായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു തക്കാളി, ഒരു ഇടത്തരം തക്കാളി ഞാൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ കടല, വേവിച്ച കടലയാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് അവിയലിനേക്കാളിലും കുറച്ചും കൂടെ ഒന്ന് അരയണം കേട്ടോ. ആ പരുവത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വെള്ളം വേണ്ട, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മിക്സി കഴിയ വെള്ളം, ഒരു കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ, കടലയിൽ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരണം. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമുക്ക് കുക്കറിലാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങിട്ട് 2 വിസിൽ, അത്രയും സമയം കൊണ്ട് നമുക്കത് വെന്ത് വരും കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒറ്റ ട്രിപ്പ് നമുക്ക് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഉപ്പ് ഞാൻ നോക്കി, ഉപ്പ് ലേശം കുറവായിട്ട് തോന്നി, ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. കറി ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം നല്ല കുറുകി കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക്, ഉള്ളി, കറിവേപ്പില, കടുക് ഇതെല്ലാം കൂടെ ഒന്ന് താളിച്ച് വെച്ചു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ആയപ്പോഴത്തേക്കും കറി ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ചോറിനായാലും ചപ്പാത്തിക്കായാലും എന്തിനായാലും ഇത് മാത്രം മതി കേട്ടോ. വേറെ മറ്റ് കറികളൊന്നും നമുക്ക് വേണ്ടി വരത്തില്ല. അടിപൊളി ടേസ്റ്റുള്ള ചിലവ് കുറഞ്ഞൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.